ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയരെ, ചരിത്രം പലപ്പോഴും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് നിശബ്ദമായ രാത്രികളിലാണ്. ആഡംബരങ്ങളുടെ നടുവിൽ നിന്ന് കഷ്ടപ്പാടുകളുടെ ലോകത്തേക്ക് ഒരാൾ നടന്നുപോയ കഥയല്ല ഇന്നത്തെ സാക്ഷ്യപ്പെടുത്തൽ. മറിച്ച് താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു തൊഴിലിനെ ലോകത്തെ ഏറ്റവും വലിയ ആതുര സേവനമായി മാറ്റിയ ഒരു ധീര വനിതയുടെ കഥയാണിത്. 3 മരണങ്ങൾ കണ്ട ഒരു രാത്രിയിൽ നിന്ന് 10,000-ങ്ങൾക്ക് ജീവൻ നൽകിയ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ, അതിന് തീരുമാനമെടുത്ത ഒരു കഥ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദക്ഷിണേന്ത്യയുടെ ആരോഗ്യ ഭൂപടം മാറ്റിവരച്ച വെല്ലൂർ CMCയുടെ സ്ഥാപക ആയി അറിയപ്പെടുന്ന ഡോക്ടർ ഐഡ സ്കഡറെ കുറിച്ചാണ്. മിഷണറി ദമ്പതികളുടെ മകളായി ജനിച്ച് ഭാരതത്തിലെ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ സ്വന്തം ജീവിതം ബലിയർപ്പിച്ച ആ മഹാമനസ്കതയുടെ പാതയിലൂടെ നമുക്കൊരുമിച്ച് അല്പസമയം യാത്ര ചെയ്യാം. ആദ്യകാലങ്ങളിൽ ഐഡയ്ക്ക് ഇന്ത്യയോടോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തോടോ വലിയ താല്പര്യമില്ലായിരുന്നു എന്ന സത്യം എത്ര പേർക്കറിയാം. മിഷണറിമാരായ തൻ്റെ മാതാപിതാക്കൾ ഭാരതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ട് ഇങ്ങനെയൊരു ജീവിതം തനിക്ക് വേണ്ട എന്ന് അവർ പൂർണ്ണമായിട്ടും ഉറപ്പിച്ചിരുന്നു. അമേരിക്കയിലെ സുഖസൗകര്യങ്ങളിൽ ജീവിക്കാനും അവിടെ ഒരു കുടുംബമായി കഴിയാനുമൊക്കെ ആയിരുന്നു കൊച്ചു ഐഡ സ്കഡറുടെ വലിയ സ്വപ്നം. എന്നാൽ രോഗിയായ തൻ്റെ അമ്മയെ പരിചരിക്കുവാൻ വേണ്ടി മാത്രം വെല്ലൂരിലേക്ക് തിരിച്ചെത്തിയ ഐഡയെ പിന്നീട് കാത്തിരുന്നത് മറ്റൊരു വിധിയായിരുന്നു. വെല്ലൂരിലെ ആ ചെറിയ വീട്ടിലിരിക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചത് എത്രയും വേഗം അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ്. ഇവിടുത്തെ ചൂടും പൊടിയും രോഗങ്ങളും അവളെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവൾ തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നത്. മിഷണറി പ്രവർത്തനം എന്നത് അത്ര സുഖകരമായ ഒന്നല്ല എന്ന് അവൾ അതിനോടകം മനസ്സിലാക്കിയിട്ടുമുണ്ട്. തൻ്റെ മാതാപിതാക്കളുടെ മിഷണറി സേവന മനോഭാവം പ്രശംസനീയമാണ് എങ്കിലും അത് തൻ്റെ വഴിയല്ല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ ഒരു രാത്രി ഐഡ സ്കഡറുടെ എല്ലാ തീരുമാനങ്ങളും മാറിമറിഞ്ഞു. ആ രാത്രിയിൽ ഐഡ സ്കഡറുടെ വാതിലിൽ 3 തവണ മുട്ടുകേട്ടു. ആദ്യം ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ, തുടർന്ന് ഒരു ഹൈന്ദവ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ, മൂന്നാമതായി ആ വാതിൽ മുട്ടിയത് മറ്റൊരു സാധാരണ ഗ്രാമീണൻ. ഒന്നിനു പുറകെ ഒന്നായി അവളുടെ സഹായം തേടിയെത്തി ഈ 3 പേരും. അവരുടെ ആവശ്യം ഒന്ന് തന്നെയായിരുന്നു. അവരവരുടെ ഭാര്യമാർ പ്രസവ വേദന കൊണ്ട് പൊളയുകയായിരുന്നു എന്നാണ്, അവർക്ക് വൈദ്യസഹായം ആവശ്യമാണ് എന്നതായിരുന്നു 3 പേരുടെയും ആവശ്യങ്ങളിലെ സാമ്യത. അവർക്കൊരു വൈദ്യസഹായം ആ രാത്രി അനിവാര്യമായിരുന്നു. പക്ഷേ കൊച്ചൈഡ ഒരു ഡോക്ടറല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പുരുഷ ഡോക്ടറെ തങ്ങളുടെ ഭാര്യമാരെ തൊടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ കാലത്തിലെ യാഥാസ്ഥിതിക ക്രൂരതയെ തുറന്നു പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. ഐഡ ആ രാത്രി ഉറങ്ങിയിട്ടില്ല. ഒരു പുരുഷൻ ചികിത്സിക്കുന്നത് പാപമായി കരുതിയിരുന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതം അവൾ ആ രാത്രി നേരിട്ട് കണ്ടു. പിറ്റേന്ന് രാവിലെ ആ 3 സ്ത്രീകളും പ്രസവ തടസ്സങ്ങൾ മൂലം മരണപ്പെട്ട വാർത്തയാണ് ഐഡ സ്കഡറെ തേടിയെത്തിയത്. പ്രിയരെ, ആ മരണം അല്ലെങ്കിൽ ആ മരണങ്ങൾ ഐഡ സ്കഡറുടെ ഉള്ളിലെ അമേരിക്കൻ സ്വപ്നങ്ങളെ ചുട്ടുചാമ്പലാക്കി. മരിച്ച ആ 3 സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത അവരുടെ ഉള്ളിൽ ആളി പടരാൻ തുടങ്ങി. ഈ സംഭവം
ഐഡയുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കണക്കാക്കാം. താൻ വെറുത്തിരുന്ന വൈദ്യശാസ്ത്രം തന്നെ തൻ്റെ ആയുധമാക്കാൻ ഐഡ തീരുമാനിച്ചു. ഭാരതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വനിതാ ഡോക്ടർ ഉണ്ടാകണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഐഡ പഠനത്തിനായി അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ ഇത്തവണ അത് തിരിച്ചു വരാൻ വേണ്ടി തന്നെയുള്ളൊരു പോക്കായിരുന്നു. സ്നേഹത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറെടുത്ത ഒരു മിഷണറി വനിതയുടെ പിറവിയായിരുന്നു അത്. 1900 അമേരിക്കയിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടി ഐഡ തിരിച്ചെത്തിയത് വെല്ലൂരിലേക്കാണ്. കൈവശമുണ്ടായിരുന്നത് വെറും ഒരു കൊച്ചു ബാഗും അതിലുപരി സ്നേഹത്തിൻ്റെ ഒരു വലിയ ആവേശവും മാത്രം. വെല്ലൂരിലെ തൻ്റെ വീടിൻ്റെ ഒരു ചെറിയ മുറിയിൽ ഡോക്ടർ ഐഡ സ്കഡർ ഒരു ഡിസ്പെൻസറി ആരംഭിച്ചു. ജാതിയും മതവും നോക്കാതെ തന്നിലേക്ക് എത്തുന്ന ആരെയും പ്രാർത്ഥനയോടെ ചികിത്സിക്കുവാൻ അവൾ തയ്യാറായി. തുടക്കത്തിൽ ജനങ്ങൾ ആ ഡോക്ടറെ സംശയത്തോടെയാണ് നോക്കിയിരുന്നത്. ഒരു വിദേശ വനിത തങ്ങളെ ചികിത്സിക്കുന്നത് പലർക്കും മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മതപരമായ കാരണങ്ങൾ കൊണ്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഐഡ പിന്മാറിയില്ല. ഓരോ രോഗിയെയും അവൾ സ്വന്തം സഹോദരിമാരെ പോലെ സഹോദരന്മാരെ പോലെ പരിചരിച്ചു. മരുന്നിനേക്കാൾ ഉപരി അവൾ നൽകിയ സ്നേഹമാണ് ജനങ്ങളെ ആ ഡോക്ടറിലേക്ക് ആകർഷിച്ചത്. മെല്ലെ മെല്ലെ ഒരു ചെറിയ മുറിക്ക് മുന്നിൽ രോഗികളുടെ നീണ്ട നിരകൾ ദൃശ്യമായി തുടങ്ങി. അക്കാലത്ത് സ്ത്രീകൾക്ക് ചികിത്സ ലഭിക്കുക എന്നത് അസാധ്യമായിരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം പലരും അന്ധവിശ്വാസങ്ങളുടെ പുറകെയായിരുന്നു. ഐഡ വീട് വീടാന്തരം കയറി അവരെല്ലാം ബോധവൽക്കരിച്ചു. മുറിവുകൾ കഴുകുവാനും വൃത്തിയായി സൂക്ഷിക്കുവാനും ആ ഡോക്ടർ അവരെല്ലാം പഠിപ്പിച്ചു. ശ്രമകരമായ ഒരു ദൗത്യം ആ പഠിപ്പിക്കൽ. ചികിത്സ എന്നത് പണമുള്ളവൻ്റെ മാത്രം അവകാശമല്ല എന്ന് അവൾ അവളുടെ സേവനത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഭാരതത്തിലെ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഐഡയെ തളർത്തിയില്ല. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ അവൾ മുൻനിരയിൽ നിന്ന് പോരാടി. തൻ്റെ മാതാപിതാക്കൾ തുടങ്ങിവെച്ച ദൗത്യം ഐഡ സ്കഡർ കൂടുതൽ ശക്തിയോടെ ഏറ്റെടുത്തു. പിന്നീട് ഒരു ചെറിയ ഡിസ്പെൻസറിയിൽ നിന്ന് വലിയൊരു ആശുപത്രി എന്ന സ്വപ്നത്തിലേക്ക് അവൾ നടന്നു തുടങ്ങിയ കാഴ്ചയാണ് ലോകം കണ്ടത്. ആ യാത്രയുടെ ഓരോ ഘട്ടത്തിലും അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പ്രിയരെ വിവരണാതീതമാണ്. ഐഡയുടെ കഠിനാധ്വാനം വെല്ലൂരിൻ്റെ മുഖഛായ ആകെ മാറ്റിമറിച്ചു. ഐഡയെ അമ്മ എന്ന് ആ നാട്ടുകാർ വിളിക്കാൻ തുടങ്ങി. ആ കൊച്ചു ക്ലിനിക്ക് ഒരു വലിയ ആശ്വാസ കേന്ദ്രമായി വളർന്ന് വിദേശത്തുനിന്ന് ലഭിച്ചിരുന്ന ചെറിയ സഹായങ്ങൾ കൊണ്ട് അവൾ ഓരോ ഇഷ്ടികയായി അത് പടുത്തുയർത്തി. അത് വെറും ഒരു കെട്ടിടമായിരുന്നില്ല, മറിച്ച് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഒരു പ്രത്യാശ കേന്ദ്രം തന്നെയായിരുന്നു. രോഗികൾ തന്നിലേക്ക് എത്തുന്നതുവരെ കാത്തിരിക്കുക എന്നതല്ല ഒരു ഡോക്ടറുടെ ധർമ്മമെന്ന് ഐഡ പൂർണ്ണമായും വിശ്വസിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന ഉൾനാടൻ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവർക്ക് ആശുപത്രിയിൽ എത്താൻ കഴിയില്ല എന്ന് ഐഡ മനസ്സിലാക്കി. അതുകൊണ്ട് ഐഡ എന്ത് ചെയ്തു? അങ്ങനെയാണ് റോഡ് സൈഡ് ക്ലിനിക്ക് എന്ന വിപ്ലവകരമായ ആശയം നടപ്പിലായത്. ഓരോ ആഴ്ചയും ഒരു പ്രത്യേക ദിവസം ഐഡ മരുന്നുകളുമായി ഗ്രാമങ്ങളിലേക്ക് അങ്ങോട്ട് യാത്ര തിരിച്ചു. ആദ്യകാലങ്ങളിൽ കാളവണ്ടിയിലായിരുന്നു ഐഡയുടെ യാത്ര. പൊടിപിടിച്ച വഴികളിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ആ ഡോക്ടർ ഗ്രാമങ്ങളിലെത്തി. വഴിയോരത്തെ തണൽ മരങ്ങൾക്ക് താഴെ അവൾ തൻ്റെ ക്ലിനിക്ക് തുറന്നു വച്ചു. അവിടെ കാത്തുനിന്ന നൂറുകണക്കിന് രോഗികൾക്ക് ഐഡ മരുന്നും സാന്ത്വനവും നൽകി.
വാസ്തവത്തിൽ ഗ്രാമവാസികൾക്ക് അവൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു മാലാഖയെ പോലെയായിരുന്നു. പിന്നീടൊരു പഴയ ആംബുലൻസ് സംഘടിപ്പിച്ചുകൊണ്ട് അവൾ ഈ സേവനം കൂടുതൽ വിപുലമാക്കി. ആ വണ്ടി വരുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഗ്രാമീണർക്ക് ജീവന്റെ സംഗീതമായിരുന്നു. സർജറികൾ വേണ്ടവരെ ഐഡ വെല്ലൂരിലെ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിച്ചു. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകി. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ത്യയുടെ ഉൾനാടുകളിലേക്ക് എത്തിക്കുന്നതിൽ ഡോക്ടർ ഐഡ സ്കഡർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. പ്രിയരെ, പലപ്പോഴും രാത്രി വൈകിയും അവൾ ഗ്രാമങ്ങളിൽ തുടർന്നു. വെളിച്ചമില്ലാത്ത ഇടങ്ങളിൽ റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ മുറിവുകൾ തുന്നിക്കെട്ടി. പാമ്പുകടിയേറ്റവർ, കോളറ ബാധിച്ചവർ, അവർക്കൊക്കെ ഏക ആശ്രയമായി ഐഡ മാറുകയായിരുന്നു. തൻ്റെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ വിശ്രമമില്ലാതെ ഡോക്ടർ ഐഡ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഐഡയുടെ ഈ യാത്രകൾ വെറുമൊരു ചികിത്സാ സന്ദർഭങ്ങളായിരുന്നില്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹമായിരുന്നു ലോകത്തിന് സമ്മാനിച്ചത്. ലോകത്താദ്യമായി ഇത്തരമൊരു മൊബൈൽ ക്ലിനിക്ക് സംവിധാനം തുടങ്ങിയത് ഐഡ സ്കഡർ തന്നെയാണെന്ന് പറയാം. ഇന്നും വെല്ലൂർ CMC ഈ പാരമ്പര്യം തുടരുന്നുണ്ട്. രോഗികളുടെ അടുക്കലേക്ക് വൈദ്യസഹായം എത്തിക്കുക എന്ന ആ വലിയ ദർശനം ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു. ചികിത്സകളേക്കാൾ ഉപരി വിദഗ്ധരായ നേഴ്സുമാരുടെ അഭാവം ആ കാലത്ത് ഐഡയെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർ ഉണ്ട് എങ്കിലും രോഗിയെ സ്നേഹത്തോടെ പരിചരിക്കുവാൻ പരിശീലനം ലഭിച്ചവർ വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് 1909 ഡോക്ടർ ഐഡ സ്കഡർ ഒരു നേഴ്സിംഗ് സ്കൂൾ ആരംഭിക്കുന്നത്. ഭാരതത്തിലെ നേഴ്സിംഗ് തൊഴിലിനെ ഒരു മാന്യമായ സേവനമാക്കി മാറ്റിയതിൽ ഐഡയുടെ പങ്ക് വളരെ വലുതാണ്. അന്ന് പെൺകുട്ടികൾക്ക് വീടുകൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യുന്നത് വലിയ പാപമായി കരുതിയിരുന്നുണ്ട ഒരു കാലം. ഐഡ രക്ഷിതാക്കളെ കണ്ട് സംസാരിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ചു, അവരെ ബോധവൽക്കരിച്ചു. പെൺകുട്ടികൾക്ക് അവൾ അമ്മയെപ്പോലെ സംരക്ഷണം നൽകി. അവർക്ക് മികച്ച അച്ചടക്കവും ശാസ്ത്രീയമായ അറിവും ആതുര ശുശ്രൂഷ രംഗത്ത് പകർന്നു നൽകി. അവർക്ക് വേണ്ട പരിശീലനം നൽകി. വെറും പുസ്തക വിജ്ഞാനത്തിനപ്പുറം രോഗികളുടെ വേദന സ്വന്തം വേദനയായി കാണാൻ ഐഡ തൻ്റെ നേഴ്സിംഗ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. നേഴ്സിംഗ് എന്നത് കേവലം ഒരു തൊഴിലല്ല, മറിച്ച് ഒരു വിളിയാണ് എന്ന് അവൾ വിശ്വസിച്ചു. ഐഡയുടെ കീഴിൽ പഠിച്ചിറങ്ങിയ നൂറുകണക്കിന് നേഴ്സുമാർ പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെച്ചു. കേരളത്തിൽ നിന്നുള്ള അനേകം പെൺകുട്ടികൾ വെല്ലൂരിൽ പോയി പഠിക്കാൻ തുടങ്ങിയതും ഐഡയുടെ ഈ പ്രസ്ഥാനത്തിലൂടെയാണ്. ആദ്യകാലങ്ങളിൽ വളരെ കുറച്ചു പേരുമായി തുടങ്ങിയ ഈ സ്കൂൾ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച നഴ്സിംഗ് സ്കൂളുകളിൽ ഒന്നാണ്. നമുക്കറിയാമല്ലോ, ഓരോ നേഴ്സും ഐഡ സ്കഡറുടെ സ്നേഹത്തിൻ്റെ ഓരോ പതിപ്പുകളായി ആ കാലങ്ങളിൽ മാറി. ഭാരതത്തിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹിക പദവിയും നൽകുന്നതിൽ ഈ വിദ്യാഭ്യാസ വിപ്ലവം വലിയ പങ്ക് വഹിച്ചു. പ്രിയരെ, ഐഡ ഒരു മികച്ച അധ്യാപിക കൂടെയായിരുന്നു. വിദ്യാർത്ഥികളോടൊപ്പം തറയിലിരുന്ന് ഭക്ഷണം കഴിക്കാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവൾ സമയം കണ്ടെത്തി. തൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ കുഞ്ഞും മിടുക്കരായി വളരണമെന്ന് ഐഡ ആഗ്രഹിച്ചു. ആ ദീർഘവീക്ഷണമാണ് വെല്ലൂർ CMCയെ ഇന്നും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ വിശ്വസ്ത സ്ഥാപനമാക്കി നിലനിർത്തിയിരിക്കുന്നത്. തുടർന്ന് 1918 ഐഡ സ്കഡർ തൻ്റെ സ്വപ്ന പദ്ധതിയായ വനിതാ മെഡിക്കൽ സ്കൂൾ ആരംഭിച്ചു. അത് വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. സ്ത്രീകൾക്ക് ഡോക്ടർ ആകുവാൻ അവസരം നൽകുക വഴി അവർ ഒരു വലിയ സാമൂഹിക മതിൽ തകർത്തു.
പിന്നീട് ഇത് യൂണിയൻ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആയി വളർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മിഷണറി സംഘടനകൾ ഈ സംരംഭത്തിൽ ഐഡായ്ക്കൊപ്പം പങ്കുചേർന്നു. ഒരു ചെറിയ മുറിയിൽ നിന്ന് തുടങ്ങിയ ആ സ്ഥാപനം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കേന്ദ്രമായി മാറിയ കാഴ്ച. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഓരോന്നോരോന്നായി ഐഡ വെല്ലൂരിലെത്തിച്ചു. ലോകപ്രശസ്തരായ ഡോക്ടർമാർ വെല്ലൂരിലേക്ക് വരാൻ ആഗ്രഹിച്ചു. പക്ഷെ ഐഡായുടെ നിബന്ധന ഒന്നായിരുന്നു, ഇവിടെ സേവനമാണ് പ്രധാനം, ലാഭം അല്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി ചികിത്സ നൽകുവാൻ ഡോക്ടർ ഐഡ സ്കഡർ പ്രത്യേക ഫണ്ടുകൾ കണ്ടെത്തി. പണമുള്ളവനും ഇല്ലാത്തവനും ഒരേ നീതി ലഭിക്കണമെന്ന് ഐഡ ഉറപ്പുവരുത്തി. ഗവേഷണ രംഗത്തും വെല്ലൂർ വലിയ മുന്നേറ്റങ്ങൾ നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ ഹാർട്ട് സർജറിയും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും നടന്നത് ഈ ഡോക്ടർ ഐഡ സ്കഡർ പടുത്തുയർത്തിയ പുണ്യഭൂമിയിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായങ്ങൾ ഐഡാക്ക് ലഭിച്ചിരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ ഓരോ പൈസയും അവൾ രോഗികൾക്ക് വേണ്ടിയാണ് പൂർണ്ണമായും ചെലവാക്കിയിരുന്നത്. സ്വന്തമായി ഒരു വീടോ സമ്പാദ്യമോ ഡോക്ടർ ഐഡ സ്കഡർക്ക് ഇല്ലാതിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ആശുപത്രി തന്നെയായിരുന്നു ഐഡായുടെ ലോകം. ആ സ്ഥാപനത്തിൻ്റെ ഓരോ കല്ലിനും ഐഡായുടെ പ്രാർത്ഥനയും വിയർപ്പും പറയാനുണ്ട്. ഇന്ന് വെല്ലൂർ CMC എന്നത് കേവലം ഒരു ആശുപത്രിയല്ല, മറിച്ചൊരു പ്രസ്ഥാനമാണ്. ലക്ഷക്കണക്കിന് രോഗികൾ ഓരോ വർഷവും ഇവിടെ ആശ്വാസം തേടിയെത്തുന്നു. ചികിത്സയ്ക്ക് ഒരു അവസാന വാക്കായി വെല്ലൂർ CMC നിലനിൽക്കുന്നു. ഐഡ സ്കഡർ കണ്ട ആ സ്വപ്നം ഇന്ന് വടവൃക്ഷമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ സംസ്കാരത്തെ മാറ്റിമറിക്കും എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ലല്ലോ. ഐഡ സ്കഡറുടെ വിജയത്തിന് പിന്നിൽ അവളുടെ തളരാത്ത നിശ്ചയദാർഢ്യവും ആഴത്തിലുള്ള ആത്മീയതയും ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഐഡ പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചിരുന്നത്. എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെയും ക്രിസ്തുവിനോടുള്ള നന്ദി സൂചകമായി ഞാൻ ചെയ്യുന്നു എന്നായിരുന്നു ഐഡായുടെ നയം. ഓരോ രോഗിയിലും അവൾ ദൈവത്തെ കണ്ടു. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഐഡ പതറിയില്ല. പ്രാർത്ഥനയിൽ അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത്ഭുതകരമായ രീതിയിൽ പലപ്പോഴും സഹായങ്ങൾ ഐഡയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ലക്ഷ്യം വിശുദ്ധമാണെങ്കിൽ ദൈവം അതിനുള്ള വഴി കണ്ടെത്തുമെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു. ആ വിശ്വാസമാണ് ഐഡായെ പ്രതിസന്ധികളിൽ മുന്നോട്ട് നയിച്ചത്. തനിക്ക് ചുറ്റും വലിയൊരു സാമ്രാജ്യം വളർന്നിട്ടും ഐഡ തൻ്റെ ലളിതമായ ജീവിതം നയിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. അധികാരം കാണിക്കുവാനല്ല, മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനാണ് ഐഡ എപ്പോഴും ശ്രമിച്ചത്. ഐഡ സ്കഡറുടെ ആത്മീയത പള്ളിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നല്ല, മറിച്ച് അത് രോഗികളുടെ മുറിവുകളിലും വാർഡുകളിലും പ്രതിഫലിച്ചു. സ്നേഹമെന്നത് പ്രവൃത്തിയായി മാറുന്നതാണ് യഥാർത്ഥ മതമെന്ന് ഐഡ ലോകത്തിന് കാണിച്ചു തന്നു. പലപ്പോഴും ക്ഷീണിച്ച് തളരുമ്പോഴും പ്രാർത്ഥനയിൽ അവൾ പുതു ഊർജം കണ്ടെത്തി. ദൈവവിളിയാണ് തന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്ന് ഐഡ സ്കഡർ ഉറച്ചു വിശ്വസിച്ചു. ആ രാത്രിയിലെ സംഭവ വികാസങ്ങൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്ന് ഐഡ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ ഐഡായെ ഒരിക്കലും തളർത്തിയില്ല. ഒരു വലിയ മെഡിക്കൽ കോളേജ് കെട്ടിപ്പടുക്കുമ്പോഴും ഐഡായുടെ ഹൃദയം പാവപ്പെട്ട ഗ്രാമീണർക്കൊപ്പമായിരുന്നു. പിന്നീട് ഭാരത സർക്കാരും അന്താരാഷ്ട്ര സംഘടനകളും ഡോക്ടർ ഐഡ സ്കഡറെ ആദരിച്ചു. പക്ഷേ ആ ഡോക്ടർ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം രോഗികളുടെ മുഖത്തെ പുഞ്ചിരിയായിരുന്നു. ആത്മീയതയും സേവനവും എങ്ങനെ കൈകോർത്ത് പ്രവർത്തിക്കാം എന്നതിന്
ഡോക്ടർ ഐഡ സ്കഡർ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഐഡ സ്കഡറുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം അർപ്പണബോധം എന്നതാണ്. തനിക്ക് ലഭിച്ച സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച ആ നിമിഷമാണ് ആ ഡോക്ടറെ മഹതിയാക്കി മാറ്റിയത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഐഡ ഒരു വെല്ലുവിളിയോടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പാഠം എന്നത് സാമൂഹിക പ്രതിബദ്ധതയാണ്. ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് കണ്ണടയ്ക്കാൻ ഐഡയ്ക്ക് കഴിയുമായിരുന്നില്ല. പ്രശ്നങ്ങൾ കണ്ട് പരാതി പറയുന്നതിന് പകരം അതിന് പരിഹാരമായി മാറാനാണ് ഐഡ ശ്രമിച്ചത്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഐഡ തെളിയിച്ചു. മൂന്നാമത്തെ പാഠം എന്നത് മനുഷ്യ സ്നേഹമാണ്. ജാതിയും മതവും ഭാഷയും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ അവൾക്ക് കഴിഞ്ഞു. വിദ്വേഷത്തിൻ്റെ ലോകത്ത് സ്നേഹത്തിൻ്റെ പാലം പണിയുവാൻ ഡോക്ടർ ഐഡ സ്കഡർ പരിശ്രമിച്ചു. സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ഐഡ സ്കഡറുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയരെ, നാലാമതായി വിദ്യാഭ്യാസത്തിന് ഒരു സമൂഹത്തിൻ്റെ മൂല്യത്തിലുണ്ടാക്കുവാൻ കഴിയുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഒരു പാഠമുണ്ട്. ചികിത്സയോടൊപ്പം തന്നെ അറിവ് പകരുന്നത് ഒരു ജനതയുടെ ശാക്തീകരണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഐഡ കാണിച്ചു കൊടുത്തു. സ്വന്തം കാലിൽ നിൽക്കുവാൻ സ്ത്രീകളെ പ്രാപ്തരാക്കിയതിലൂടെ അവളൊരു വലിയ സാമൂഹിക നീതിയാണ് നടപ്പിലാക്കിയത്. അവസാനമായി നമ്മൾ പഠിക്കുന്നൊരു പാഠം, ഐഡ സ്കഡറുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വസ്തതയാണ്. അല്പത്തിൽ വിശ്വസ്തരായിരിക്കുക, ഞാൻ നിങ്ങളെ അധികത്തിന് വിചാരകരാക്കുമെന്നത് ബൈബിൾ വാക്യം. താൻ തുടങ്ങിയ ദൗത്യം മരണം വരെ ഐഡ വിശ്വസ്തയോടുകൂടെ തുടർന്നു. ലാഭേച്ഛയില്ലാതെ നിശബ്ദമായി സേവനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മഹത്വമെന്ന് ഐഡ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഐഡ സ്കഡറുടെ ഓരോ ശ്വാസവും മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അതാണ് നമ്മുടെ മാതൃക. സമയം സാക്ഷിയിലൂടെ നമ്മളിന്ന് ഐഡ സ്കഡറുടെ ജീവിതം ഒരു വലിയ പ്രകാശ ഗോപുരമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. 1960 ഡോക്ടർ ഐഡ സ്കഡർ അന്തരിക്കുമ്പോൾ അവർ ലോകത്തിന് നൽകിയത് വെറുമൊരു ആശുപത്രി മാത്രമല്ല, ഏഷ്യയിലെ ഒരു മികച്ച ആശുപത്രി എന്ന ഖ്യാതി മാത്രമല്ല, മറിച്ചൊരു വലിയ പാരമ്പര്യമാണ്. ഇന്ന് വെല്ലൂർ CMCയിൽ നിന്ന് ഓരോ ഡോക്ടറും നേഴ്സും പഠിച്ചിറങ്ങുമ്പോൾ അവരോടൊപ്പം ഐഡയുടെ ആ വലിയ ദർശനവും പുറത്തേക്ക് വരുന്നുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ഐഡ സ്കഡർ പാകിയ വിത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മലയാളികളായ അനേക ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും വഴി തുറന്നത് ഈ മഹാമനസ്കതയാണ്. സ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്നും ഐഡ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അക്രമമോ വിദ്വേഷമോ അല്ല, മറിച്ച് സഹാനുഭൂതിയും സേവനവുമാണ് ഈ ലോകത്തെ സുന്ദരമാക്കുന്നത്. ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ, ഐഡ സ്കഡറെ പോലെ ഭാരതത്തിലെ മണ്ണിൽ നന്മയുടെ വിത്തുപാകിയ മിഷണറിമാരുടെ പാത നമ്മെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ആധുനിക കേരളം ഇന്ന് ആരോഗ്യരംഗത്ത് നിൽക്കുന്ന പീഠത്തിന് ഐഡ സ്കഡറുടെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ട്. ഈ വിശ്വപ്രസിദ്ധമായ സേവന പാരമ്പര്യത്തിന് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് സമയം സാക്ഷിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പര്യവസാനിക്കുന്നു. ഐഡ സ്കഡറുടെ ജീവിതം നമുക്ക് നൽകുന്ന പ്രകാശം നമ്മുടെ കർമ്മപഥങ്ങളിലും തിളങ്ങട്ടെ. സമയത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.